നീ എൻ സങ്കേതവും നീ എന്റെ കോട്ടയും നീ എന്റെ പ്രാണനാഥൻ നീ എൻ ദൈവം. നമ്മൾ 13-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ ലോത്ത് അബ്രാമിനെ വിട്ടു പിരിഞ്ഞ ശേഷം യഹോവ അബ്രാമിനോട് അരുളി ചെയ്തത്, നീ തലപൊക്കി നീ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് വടക്കോട്ടും തെക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും നോക്കുക. നീ കാണുന്ന ഭൂമിയൊക്കെയും ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും ശാശ്വത അവകാശമായി തരും. അപ്പോൾ സമ്പത്ത് വേണ്ട, ദേശം വേണ്ട, സമ്പത്ത് വേണ്ട എന്ന് പറഞ്ഞ് തീരുമാനമെടുത്ത അബ്രഹാമിനോട് ദൈവം പറയാണ്, ഞാൻ നിന്നെ സമ്പന്നനാക്കും. ഓക്കെ, അത് ഉപേക്ഷിച്ചപ്പോൾ ദൈവം പറഞ്ഞു, നീ ഉപേക്ഷിച്ചല്ലോ, വെരി ഗുഡ്, നിന്റെ മനസ്സെനിക്ക് സന്തോഷമായി, എന്നാൽ ഞാൻ നിനക്ക് ഈ സമ്പത്ത് തരും. ഇപ്പൊ ഇവന്റെ മനസ്സിലെ ഒരു വലിയ പ്രശ്നം എന്നറിയാമോ? 5 രാജാക്കന്മാരെ തോൽപ്പിച്ച് അവനീ വന്നിരിക്കുന്നതെന്ന് ആലോചിക്കണം. 4 രാജാക്കന്മാര്. ഈ 4 രാജാക്കന്മാരെല്ലാം ഭയങ്കര പൈസ കാശുള്ളവർ മാത്രമല്ല, ഒത്തിരി ഇതെല്ലാം ഉള്ളവരാ. അപ്പൊ അവരുടെ ചിന്ത ഈ 5, 4, 9 രാജാക്കന്മാരുടെ പൈസയും ഇപ്പോൾ ആരുടെ കയ്യിലുണ്ടെന്നാ? അബ്രഹാമിൻ്റെ കയ്യിലുണ്ടെന്നാ അവരുടെ ചിന്ത. അതുകൊണ്ട് അവർ നാച്ചുറലി എന്ത് ചെയ്യും? കുറച്ച് കഴിയുമ്പം അവന്മാർ വന്ന് അബ്രഹാമിനെ ആക്രമിക്കും, ഈ സമ്പത്തെല്ലാം കിട്ടണ്ടേ. അപ്പോൾ അബ്രഹാമിനൊരു പേടിയെങ്കിലും കാണും എന്ന് ഞാൻ ചിന്തിക്കുക. ഇനി അവന്മാരെല്ലാം കൂടി ഇങ്ങോട്ട് വരുമോ? അവരുടെ എല്ലാം മനസ്സിൽ എൻ്റെ കയ്യിൽ കാശുണ്ടെന്നാ ചിന്ത. എന്നെ ഉപദ്രവിക്കുമോ? എനിക്കെതിരെ യുദ്ധം ചെയ്യുമോ എന്നൊക്കെ പറഞ്ഞ് ഇച്ചിരി പേടിച്ചപ്പോൾ, അതായത് സമ്പത്ത് വേണ്ടാന്ന് പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു, ഞാൻ നിനക്കിതെല്ലാം തരുമെന്ന് പറഞ്ഞു. സ്വയരക്ഷയെക്കുറിച്ച് ഭീതി ഉണ്ടായപ്പോൾ കർത്താവ് അതിൻ്റെ ശേഷം അബ്രാമിന് ദർശനത്തിൽ യഹോവയുടെ അരുളപ്പാടുണ്ടായെന്നാൽ, അബ്രാമേ ഭയപ്പെടണ്ട, ഞാൻ നിന്റെ പരിചയും നിന്റെ അതിമഹത്തായ പ്രതിഫലവും ആകുന്നു. ഞാൻ നിന്റെ പരിചയമാണ്. പരിചയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുമ്പിൽ പിടിക്കുന്നതാണ്. അതായത് ആര് വെട്ടാൻ വന്നാലും വെട്ട് പരിചയ്ക്കേ കൊള്ളത്തുള്ളൂ, പുറകെ നിൽക്കുന്ന ആൾക്ക് കൊള്ളത്തില്ല. അതാണ് സംരക്ഷണം. ദൈവം പറയുക, ഞാനാണ് നിന്റെ പരിച, നിന്നെ ഒരു മനുഷ്യൻ പോലും തൊളത്തില്ല. നീ 4 രാജാക്കന്മാർ നിന്നെ കൊല്ലാൻ വരുമെന്ന് വെച്ച് ചിന്തിച്ചിരിക്കുകയാണോ? ഇല്ല, അവരാരും നിന്നെ തൊളത്തില്ല. ഞാനാണ് നിന്റെ പരിച. പരിച മാത്രമല്ല, ഞാൻ നിന്റെ അതിമഹത്തായ പ്രതിഫലവുമാകുന്നു. ഐ എം യുവർ എക്സീഡിങ് ഗ്രേറ്റ് റിവാർഡ്. കർത്താവ് നമുക്ക് ഓഫർ ചെയ്യുന്നത് സംരക്ഷണവും പ്രതിഫലവുമാണ്. അതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാര്യം അത് രണ്ടും വേണ്ടാന്ന് വെച്ചവനാണ് അബ്രഹാം. അബ്രഹാം അത് വേണ്ടാന്ന് വെച്ചു, ദൈവം അവന് കൊടുത്തു. ഞാൻ പറഞ്ഞില്ല, ഭൂമിയിൽ അവനെ വലിയ രാജാവാക്കിയെന്നല്ല അതിൻ്റെ അർത്ഥം. പക്ഷേ കർത്താവ് പറയാണ്, നിന്നെ ആരും സ്പർശിക്കത്തില്ല, തൊടത്തില്ല, ഞാൻ നിന്റെ പരിചയമാണ് എന്ന് കൃത്യമായിട്ട് പറയുകയാണ്. എന്നാൽ അതോട് ചേർന്ന് നമ്മൾ അതിൻ്റെ 5-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഓഫർ കുറച്ചുകൂടെ വലുതാണ്. പിന്നെ അവനെ പുറത്തു കൊണ്ടുചെന്ന് നീ ആകാശത്തേക്ക് നോക്കുക, നക്ഷത്രങ്ങളെ എണ്ണുവാൻ കഴിയുമെങ്കിൽ എണ്ണുക എന്ന് കൽപ്പിച്ചു. നിന്റെ സന്തതി ഇങ്ങനെ ആകും എന്ന് അവനോട് കൽപ്പിച്ചു. എണ്ണിക്കൂടാത്ത തലമുറയെ അവൻ ഓഫർ ചെയ്യുകയാണ്. ഒന്ന്, അവൻ വേണ്ടാന്ന് വെച്ച, അല്ലെങ്കിൽ അവൻ രാജ്യം വേണ്ടാന്ന് വെച്ചപ്പോൾ അത് ഞാൻ നിനക്ക് തന്നേക്കാമെന്ന് കർത്താവ് പറഞ്ഞു. 2, അവൻ ഭീതിപ്പെട്ടപ്പോൾ ഞാൻ നിന്റെ പരിചയമാണെന്ന് പറഞ്ഞു. 3, നിന്റെ കാലഘട്ടം കൊണ്ട് ഇത് അവസാനിക്കുന്നില്ല, നിനക്ക് അനേക തലമുറകളെ ഞാൻ തരും എന്ന് കർത്താവ് ഓഫർ ചെയ്തു. അബ്രഹാമിനോട് പറയാണ്, നിന്നെ പ്രതിനിധീകരിക്കുവാൻ. അതായത് അബ്രഹാം ദൈവത്തെ പ്രതിനിധീകരിക്കുകയാണ്. ഇനി നിന്നെ പ്രതിനിധീകരിക്കുവാൻ അനേക തലമുറകളെ ഞാൻ നിനക്ക് തരും എന്നുള്ള കാര്യം അബ്രഹാമിനോട് ദൈവം പറയുകയാണ്. അതിൻ്റെ 18-ാമത്തെ വാക്യത്തിൽ, അന്ന് യഹോവ അബ്രഹാമിനോട് ഒരു നിയമം ചെയ്തു. ഞാൻ നിന്റെ സന്തതിക്ക് ഞാൻ മിസ്രയീം നദി മുതൽ ഫ്രാത്ത് നദിയായ മഹാനദി വരെയുള്ള ഈ ദേശത്തെ ഞാൻ നിനക്ക് തന്നിരിക്കുന്നു എന്നരുളി ചെയ്തു. പ്രിയമുള്ളവരെ, അബ്രഹാം സ്വയമായിട്ടൊന്നും വേണമെന്ന് ആഗ്രഹിച്ചില്ല. അവന് ദൈവം കൊടുത്തതേ ഉള്ളൂ. ദൈവം കൊടുത്തതിൽ അവൻ അഹങ്കരിച്ചില്ല, അതിൻ്റെ പിന്നാലെ പോയില്ല. ഈവൻ ഒരു തീരുമാനമെടുക്കേണ്ടി വന്നപ്പോൾ ആ തീരുമാനമെടുക്കാനുള്ള അവകാശം പോലും
ലോത്തിന് വിട്ടുകൊടുത്തവനാണ് അബ്രഹാം. എന്നിട്ടും അവൻ്റെ സഹോദരൻ അപകടത്തിലായെന്ന് കണ്ടപ്പോൾ അവൻ പഴയതൊന്നും ഓർത്ത് പ്രതികാരം ചെയ്യുകയല്ല, പ്രത്യുത അവനെ സഹായിക്കാൻ ചെല്ലുന്നു. ദൈവം അവനോട് ഇടപെടും. തിരഞ്ഞെടുക്കുവാനുള്ള അവകാശം മറ്റൊരാൾക്ക് വിട്ടുകൊടുത്തപ്പോൾ, അനാത്മികന് വിട്ടുകൊടുത്തപ്പോൾ ദൈവം അവന് വേണ്ടി തിരഞ്ഞെടുപ്പ് നടത്തുന്നു. എല്ലാം നഷ്ടപ്പെട്ടു എന്ന് ചിന്തിക്കുമ്പോൾ ദൈവം പറയുന്നു, ഇല്ല, ഞാനാണ് നിന്റെ പ്രതിഫലം. എല്ലാ സംരക്ഷണവും ഇല്ലാതെയായിപ്പോയി എന്ന് ചിന്തിക്കുമ്പോൾ കർത്താവ് പറയുന്നു, ഇല്ല, ഞാൻ നിന്റെ പരിചയമാണ്. എന്നിട്ട് കർത്താവ് പറയാണ്, ഞാൻ നിന്നോട് ഒരു നിയമം ചെയ്യുന്നു, ഉടമ്പടി ചെയ്യുന്നു. ദൈവം നമ്മോട് ഉടമ്പടി ചെയ്യുന്ന ഒരവസ്ഥ. അവൻ ബഹുജാതികൾക്ക് 17-ാമത്തെ അധ്യായം നമ്മൾ വായിക്കുമ്പോൾ വീണ്ടും ആ നിയമത്തെക്കുറിച്ച് കർത്താവ് അബ്രാമിന് 99 വയസ്സായപ്പോൾ യഹോവ അബ്രാമിന് പ്രത്യക്ഷനായി അവനോട്, ഞാൻ സർവ്വശക്തിയുള്ള ദൈവമാകുന്നു, നീ എൻ്റെ മുമ്പാകെ നടന്ന് നിഷ്കളങ്കനായിരിക്കുക. എനിക്കും നിനക്കും മധ്യേ ഞാൻ എൻ്റെ നിയമം സ്ഥാപിക്കും, നിന്നെ അധികം വർദ്ധിപ്പിക്കുമെന്ന് അരുളി ചെയ്തു. 4-ാമത്തെ വാക്യത്തിൽ, എനിക്ക് നിന്നോടൊരു നിയമമുണ്ട്, നീ ബഹുജാതികൾക്ക് പിതാവാകും. ഇനി നിന്നെ അബ്രാം എന്നല്ല വിളിക്കേണ്ടത്, അബ്രഹാം എന്ന് വിളിക്കണം. ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാകും, തലമുറകൾക്ക്, മറ്റുള്ളവർക്ക്. ഞാൻ നിന്നെ അനുഗ്രഹിക്കും എന്ന് പറഞ്ഞ ദൈവം അബ്രഹാമിനോട് ഇപ്പോൾ പറയുന്നു, ഞാൻ നിന്നെ മാത്രമല്ല, നിന്നിലൂടെ നിന്റെ സന്തതി പരമ്പരകളെ മുഴുവൻ ഞാൻ അനുഗ്രഹിക്കും. ബഹുജാതികൾ നിന്നിൽ നിന്ന് ഉത്ഭവിക്കും. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ദൈവം അവന് പകർന്നു കൊടുക്കുന്നതാണ് നമ്മൾ കാണുന്നത്. പക്ഷേ എന്നും അബ്രഹാം വ്യത്യസ്തനായിരുന്നു. അബ്രഹാം ലോത്തിനെ പോലെയല്ല, അബ്രഹാം വ്യത്യസ്തനായിരുന്നു. നമ്മുടെ ജീവിതത്തിലും ഈ വ്യത്യസ്തത നമുക്ക് അനുഭവിക്കാനായിട്ട് കഴിയണം. വ്യത്യസ്തത, ദൈവവുമായിട്ടുള്ള ഒരു നിരന്തര ബന്ധം അവനുണ്ടായിരുന്നു. 18-ാം അധ്യായത്തിൽ ദൈവം ഇറങ്ങി വരുന്നതാണ് നമ്മൾ കാണുന്നത്. 18-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ, അനന്തരം യഹോവ അവനെ മമ്രയുടെ തോപ്പിൽ വെച്ച് പ്രത്യക്ഷനായി ഇറങ്ങി വന്നു. നമുക്ക് ആ സംഭവം അറിയാം. 3 പുരുഷന്മാർ തൻ്റെ നേരെ നിൽക്കുന്നത് അവൻ കണ്ടു. ഒത്തിരി ഞാൻ ഡിസ്ക്രൈബ് ചെയ്യുന്നില്ല, ഇത് ഞാൻ പലയിടത്ത് പ്രസംഗിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകുകയാണ്. അബ്രഹാം പറയുക, യജമാനന്മാരെ, നിങ്ങൾ ഈ മരത്തണലിൽ ഇരുന്നാട്ടെ, അസാരം വെള്ളം ഞാൻ കൊണ്ടുവന്ന് നിങ്ങളുടെ കാലുകളെ കഴുകട്ടെ, വൃക്ഷത്തിൻ്റെ കീഴിൽ ഇരിപ്പിൻ. ആരാണെന്നൊന്നും അറിയില്ല. അങ്ങനെ ആരാണെന്നറിയാത്തവരെ പോലും ശുശ്രൂഷിക്കുന്ന, അതുകൊണ്ടാണ് അതിഥി സൽക്കാരത്തെക്കുറിച്ച് പുതിയ നിയമത്തിൽ പറയുന്നത്, അങ്ങനെ ചിലർ അറിയാതെ ദൈവദൂതന്മാരെ സൽക്കരിച്ചു. പ്രിയമുള്ളവരെ, ഇതൊക്കെ ഇന്നത്തെ കാലത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാണാൻ കിട്ടാത്ത കാര്യങ്ങളാണ്. എന്നാൽ അബ്രഹാം അതിനകത്ത് വ്യത്യസ്തനായിരുന്നു. അബ്രഹാം വഴിപോക്കർക്ക് പോലും ഒരു തണലായി, അവരെ താങ്ങി, അവർക്ക് വേണ്ടി പ്രവർത്തിച്ച വ്യക്തിയായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഞാനത് ഡിസ്ക്രൈബ് ചെയ്യുന്നില്ല. അവിടെ വെച്ചാണ് നമ്മൾ അബ്രഹാമിന് ഇസഹാക്ക് ഉണ്ടാകുന്നതിനെക്കുറിച്ച്, അഥവാ ഇസ്മായേൽ, അബ്രഹാം പലപ്പോഴും പറഞ്ഞു, ഇസ്മായേൽ എൻ്റെ മുമ്പിൽ ജീവിച്ചിരുന്നാൽ മതി എന്നൊക്കെ പറഞ്ഞു. അല്ല, നിനക്ക് സാറായിൽ നിന്ന് തന്നെ ഒരു മകനെ ലഭിക്കും എന്ന് കൃത്യമായിട്ട് പറയുകയാണ്. അങ്ങനെ അവരൊരുമിച്ച് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന കൂട്ടത്തിൽ അത് കഴിഞ്ഞിട്ട് അവർ തിരികെ പോവുകയാണ്. 16-ാമത്തെ വാക്യത്തിൽ, 18-16, ആ പുരുഷന്മാർ അവിടെ നിന്ന് പുറപ്പെട്ട് സോദോം വഴിക്ക് തിരിഞ്ഞു. അബ്രഹാം അവരെ യാത്രയയപ്പാൻ അവരോടുകൂടെ പോയി. അബ്രഹാം പുറകെ പോയി യാത്ര അയക്കുകയാണ്. അപ്പോൾ യഹോവ അരുളി ചെയ്തത്, അതായത് അവരൊരുമിച്ച് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ കർത്താവ് പറഞ്ഞു, നിനക്കൊരു മകൻ അടുത്ത വർഷം ഈ സമയമാകുമ്പോൾ നിനക്ക് ഒരു മകനെ ലഭിക്കും. ഭയങ്കര ഒരു വാർത്തയാണ്. 99 വയസ്സുള്ള മനുഷ്യർ പറയാണ്, നിനക്കൊരു മകനെ ലഭിക്കുമെന്ന് പറയാണ്. വലിയൊരു വാർത്തയാണ്. ആ വാർത്ത ഇവനെ സന്തോഷിപ്പിച്ച് അന്നേരം തന്നെ വലിയൊരു ആഘോഷം ഉണ്ടാക്കേണ്ടതായ ഒരു വാർത്തയാണ്. എന്നാൽ ഇവരെ യാത്ര അയച്ച് പോകാൻ നേരം 17-ാമത്തെ വാക്യത്തിൽ, അപ്പോൾ യഹോവ അരുളി ചെയ്തത്, ഞാൻ ചെയ്യുവാനിരിക്കുന്നത് അബ്രഹാമിനോട് മറച്ചു വെക്കുമോ? അബ്രഹാം വലിയതും ബലമുള്ളതുമായ ജാതിയായി തീരുകയും അവനിൽ ഭൂമിയിലെ ജാതികളൊക്കെയും അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യുമല്ലോ. എന്നിട്ട് താഴോട്ട് പറയുമ്പോൾ, പിന്നെ യഹോവ, സോദോമിൻ്റെയും ഗോമോറയുടെയും നിലവിളി വലിയതും അവരുടെ പാപം അതികഠിനവും ആകുന്നു. ഞാൻ ചെന്ന് എൻ്റെ അടുക്കൽ വന്നെത്തിയ നിലവിളി പോലെ അവർ കേവലം പ്രവർത്തിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് നോക്കി അറിയും എന്ന് പറഞ്ഞു. സോദോമിനും ഗോമോറയും അതിൻ്റെ നാശം, അതിനെക്കുറിച്ചുള്ള ഒരു സൂചന ദൈവം അബ്രഹാമിന് നൽകുകയാണ്. അപ്പോൾ 2 വാർത്തയാണ് ആ ഒരൊറ്റ ദിവസം കേൾക്കുന്നത്. ഒന്ന്,
അബ്രഹാമിന് വാർദ്ധക്യത്തിൽ ഒരു മകനുണ്ടാകാൻ പോകുന്നു. രണ്ടാമത്തെ വാർത്ത, ലോത്ത് പോയ സോദോമിനെ ഞാൻ നശിപ്പിക്കുവാൻ പോകുന്നു, അല്ലെങ്കിൽ അവരുടെ ദുഷ്ടത എൻ്റെ സന്നിധിയിൽ എത്തിയിരിക്കുന്നു. രണ്ട് വാർത്ത. അങ്ങനെ ആ പുരുഷന്മാർ അവിടെ നിന്ന് തിരിഞ്ഞ് സോദോമിലേക്ക് പോയി. അബ്രാമോ യഹോവയുടെ സന്നിധിയിൽ തന്നെ നിന്നു. വലിയ വാർത്തയൊക്കെ കേട്ടതാ. അവൻ പറഞ്ഞില്ല ബൈ ബൈ എന്ന് പറഞ്ഞ് പോകുന്നില്ല. അവൻ യഹോവയുടെ സന്നിധിയിൽ തന്നെ വിടാതെ അങ്ങ് നിൽക്കുകയാണ്, ദൈവസന്നിധിയിൽ. എന്നിട്ട് അബ്രാം അടുത്ത് എന്ന് ചോദിക്കുകയാണ് 23-ാമത്തെ വാക്യത്തിൽ, ദുഷ്ടനോടുകൂടെ നീതിമാനെയും നീ സംഹരിക്കുമോ? ആ പട്ടണത്തിൽ 50 നീതിമാന്മാരുണ്ടെങ്കിൽ നീ അതിനെ സംഹരിക്കുമോ? അതിലെ 50 നീതിമാന്മാർ നിമിത്തം ആ സ്ഥലത്തോട് ക്ഷമിക്കയില്ലയോ? അബ്രഹാം സോദോമിന് വേണ്ടി മധ്യസ്ഥത അണയ്ക്കുന്നതാണ് നമ്മളവിടെ കാണുന്നത്. മധ്യസ്ഥത ആർക്കു വേണ്ടിയാ? ദുഷ്ടന്മാരായ സോദോമിന് വേണ്ടി. ഒരു പരിധിവരെ തൻ്റെ സഹോദരപുത്രനായ ലോത്ത് അവിടെയുണ്ട്. അവൻ തിരഞ്ഞെടുത്തതാണ് എല്ലാ കാര്യങ്ങളും. പക്ഷെ ഈ ദേശത്തിന് വേണ്ടി മധ്യസ്ഥത അണയ്ക്കുകയാണ്. ദേശത്തിന് വേണ്ടി മധ്യസ്ഥത അണയ്ക്കുകയാണ്. ഇവിടെയാണ് നമ്മൾ വ്യത്യസ്തരാകേണ്ടത്. സോദോം പോലെയുള്ള ഒരു രാജ്യത്തിന് വേണ്ടി പോലും മധ്യസ്ഥത അണയ്ക്കുവാൻ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നു. കനാൻ നാടിന് വേണ്ടി മധ്യസ്ഥത അണയ്ക്കുകയല്ല, സോദോമിന് വേണ്ടി. അവിടെ 50 നീതിമാന്മാരുണ്ടെങ്കിൽ, നമുക്ക് കഥ അറിയാവുന്നതുകൊണ്ട് ഞാൻ ഒത്തിരി വിശദമാക്കുന്നില്ല, ആ 50 നീതിമാന്മാർ നിമിത്തം നീ ആ ദേശത്തോട് ക്ഷമിക്കയില്ലയോ? 50 നീതിമാന്മാരുണ്ടെങ്കിൽ നീതിമാന്മാരെ ദുഷ്ടനോടുകൂടെ നശിപ്പിക്കുകയില്ല എന്നുള്ളത് സത്യം. എന്നാലും ആ നീതിമാന്മാർ നിമിത്തം നീ ആ ദേശത്തോട് ക്ഷമിക്കയില്ലയോ? കർത്താവ് പറഞ്ഞു, ഓക്കെ, 50 പേരുണ്ടെങ്കിൽ ഞാൻ ആ ദേശത്തോട് ക്ഷമിക്കും. പക്ഷേ അബ്രഹാമിനൊരു സംശയം, ഇനി 50 ഇല്ലെങ്കിലോ? ഞാൻ ചിലപ്പോൾ പറയാറുണ്ട്, ഒരു പക്ഷേ അബ്രഹാം ചിന്തിച്ച് കാണും, ലോത്ത് അങ്ങോട്ട് പോയിട്ടുണ്ടല്ലോ, ഇത്രയും നാളുകൊണ്ട് അവനൊരു 50 പേരെയെങ്കിലും രക്ഷിച്ച് കാണും, ശരിയാക്കി കാണും എന്നാ. പിന്നെ ലോത്തല്ലയോ പാർട്ടി, 5 കുറഞ്ഞു പോയാലോ, 45 ഉള്ളെങ്കിലോ? അപ്പം അതൊന്ന് ചോദിക്കാൻ മധ്യസ്ഥത അണയ്ക്കുകയാണ്, ദേശത്തിന് വേണ്ടി മധ്യസ്ഥത അണയ്ക്കുകയാണ്. അതൊന്ന് ചോദിക്കാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ പിന്നെയും ചെന്ന് നിൽക്കാൻ അബ്രഹാമിന് പേടിയാ. ദൈവസാന്നിധ്യത്തെക്കുറിച്ചുള്ള ഒരു ബഹുമാനം, ആദരവ്, പേടി. അവിടെ എഴുതിയിരിക്കുന്നത് 27-ാം വാക്യത്തിൽ, പൊടിയും വെണ്ണീറുമായ ഞാൻ കർത്താവിനോട് സംസാരിക്കാൻ തുനിഞ്ഞുവല്ലോ. കർത്താവേ, എന്നോട് ക്ഷമിക്കണമേ, ഞാൻ ആരാ നിന്റെ മുമ്പിൽ നിൽക്കാനും മധ്യസ്ഥത അണയ്ക്കാനും ഒക്കെ? മധ്യസ്ഥത അണയ്ക്കാൻ വേണ്ടി ദൈവസന്നിധി നിൽക്കാനുള്ള യോഗ്യത പോലും ശരിക്കും പറഞ്ഞാൽ നമുക്കില്ല. ഇന്നില്ലാത്ത ഒരു കാര്യമാണ് ദൈവഭയമില്ല. ആർക്കും ദൈവഭയമില്ല. അബ്രഹാം ചോദിക്കുക, ഞാൻ പൊടിയും, who am I to stand before you, God? I'm just dust and ash. ഞാൻ പൊടിയും വെണ്ണീറുമല്ലേ, ഞാൻ നിന്റെ സന്നിധിയിൽ എങ്ങനെ നിൽക്കും? നമ്മളിന്ന് ദൈവസന്നിധി ചെന്ന് നിൽക്കുന്നത് എന്തിനും എനിക്ക് യോഗ്യത ഉണ്ട് എന്ന ഒരു ചിന്തയോടുകൂടെയാണ്. അബ്രഹാമോ അരമണിക്കൂർ മുമ്പ് അവർ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചതാണെന്ന് ആലോചിക്കണം. എന്നിട്ടായി പോകുന്നത്, എന്നിട്ട് പോലും അത്രയ്ക്കും ക്ലോസ് ആയിട്ട് പോലും ദൈവസന്നിധിയിൽ നിൽക്കാൻ നമുക്ക് യോഗ്യതയില്ല എന്നുള്ള ബോധ്യം അബ്രഹാമിനുണ്ടായിരുന്നു. ഞാനങ്ങ് നിൽക്കുക കർത്താവേ, ഞാനവിടെ നിൽക്കാൻ യോഗ്യത ഉണ്ടായിട്ടല്ല. 50 പേരിൽ 5 പേർ കുറഞ്ഞാലോ? കർത്താവ് പറഞ്ഞു, ഇല്ല, ഞാൻ നശിപ്പിക്കുകയില്ല. അങ്ങനെ 30 പേരുടെ കാര്യം പറഞ്ഞു, നശിപ്പിക്കുകയില്ല. 20 പേരെ കണ്ടാലോ എന്ന് പറഞ്ഞു, നശിപ്പിക്കുകയില്ലെന്ന് പറഞ്ഞു. പക്ഷെ 10 പേരെ, 32-ാമത്തെ വാക്യത്തിൽ, 10 പേരെ അവിടെ കണ്ടാലോ ഞാൻ 10 പേരുടെ നിമിത്തം നശിപ്പിക്കുകയില്ല എന്ന് അരുളി ചെയ്തു. യഹോവ അബ്രഹാമിനോട് അരുളി ചെയ്ത ശേഷം അവൻ പോയി. അബ്രഹാമും തൻ്റെ സ്ഥലത്തേക്ക് മടങ്ങിപ്പോയി. നോക്കുക, സോദോമിനു വേണ്ടി മധ്യസ്ഥത അണയ്ക്കുന്ന അബ്രഹാം, നാശകരമായ പട്ടണത്തിന് വേണ്ടി. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടിയും മധ്യസ്ഥത അണയ്ക്കണം. നമുക്കിഷ്ടമില്ലാത്തവർക്ക് വേണ്ടി മധ്യസ്ഥത അണയ്ക്കണം. നമ്മുടെ നാടിന് വേണ്ടി മധ്യസ്ഥത അണയ്ക്കണം. അതേപോലെ ഏറ്റവും നികൃഷ്ടരായ ജനതകൾക്ക് വേണ്ടി പോലും നമ്മൾ മധ്യസ്ഥത അണയ്ക്കണം. അവരോട് കൂട്ടുചേരണമെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ അവർക്ക് വേണ്ടി ദൈവസന്നിധിയിൽ നമ്മൾ മധ്യസ്ഥത അണയ്ക്കണം. അതാണ് നമ്മൾ കാണുന്നത്. സോദോമിൽ ജീവിച്ചിരുന്ന ലോത്ത് ഒരു പക്ഷേ മധ്യസ്ഥത അണച്ച് കാണില്ല. പക്ഷെ നമ്മൾ ലോത്തിനെ പോലെയല്ല. കനാനിൽ താമസിച്ചിരുന്ന അബ്രഹാം ലോത്ത് താമസിച്ച സോദോമിന് വേണ്ടി മധ്യസ്ഥത അണയ്ക്കുകയാണ്. അബ്രഹാം ലോത്തിൽ നിന്ന് വ്യത്യസ്തനായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ എല്ലാ കാര്യത്തിലും നമ്മൾ വ്യത്യസ്തരായിരിക്കണം. അബ്രഹാം, അവനെ ദൈവം വിളിക്കുന്നത് ഹാരാനിൽ വെച്ചാണ്. ഹാരാനിൽ നിന്ന് അവൻ വ്യത്യസ്തനായിരുന്നു. വ്യത്യസ്തനാകാൻ കർത്താവ് കൽപ്പിച്ചു. അതുകൊണ്ടാണ് പറഞ്ഞത്, നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട്. യെസ്, കർത്താവിൻ്റെ പിന്നാലെ പോകുമ്പോൾ കർത്താവ് മാത്രമേ നമ്മുടെ മുമ്പിൽ ഉണ്ടാകാവൂ.
ദേശവും ചർച്ചക്കാരും ഒക്കെ പുറകിൽ. ഞാൻ ചിലപ്പോൾ പറയും, അബ്രഹാമിനും ദൈവത്തിനും മധ്യത്തിൽ ഒന്നുമില്ലായിരുന്നു. ദേശമില്ലായിരുന്നു, നാടില്ലായിരുന്നു, ആരുമില്ലായിരുന്നു, ബന്ധുക്കളില്ലായിരുന്നു, ഒന്നുമില്ല, മക്കൾ ഉൾപ്പെടെ. നമ്മളും യേശുവും തമ്മിൽ ഇടയ്ക്കൊന്നുമില്ലാത്ത ബന്ധമാണ് നമുക്ക് വേണ്ടത്. ലോത്തിനതല്ല. ലോത്തിന് എല്ലാവരും ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു, വസ്തുക്കളും മറ്റുള്ള കാര്യങ്ങളും എല്ലാം അവൻ്റെ മനസ്സിലുണ്ടായിരുന്നു. വ്യത്യസ്തരായിരിക്കണം നമ്മൾ ഹാരാനിലുള്ളവരോട് വ്യത്യസ്തരായിരിക്കണം. ഇനി കനാനിൽ വന്ന് പാർത്താൽ കനാനിലുള്ളവരുടെ പുറകെയും നമ്മൾ പോകരുത്, അവരോടും വ്യത്യസ്തരായിരിക്കണം. സ്വന്തം സഹോദരൻ്റെ പുത്രനായിരുന്നു ലോത്ത്. പക്ഷെ ലോത്തിനെ പോലെ ആകുവാനല്ല ദൈവം അബ്രഹാമിനെ വിളിച്ചത്. നമ്മുടെ വിളി എന്താണെന്നുള്ളത് നമ്മൾ അറിയണം, നമ്മൾ വ്യത്യസ്തരാകണം. ഇന്ന് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുമ്പോൾ ഞാൻ പറയട്ടെ, ഈ വ്യത്യസ്തത നമ്മൾ സൂക്ഷിക്കണം. തനിക്ക് പ്രത്യക്ഷനായ യഹോവയ്ക്ക് അവനൊരു യാഗപീഠം പണിതു. അതാണ് വ്യത്യസ്തതയുടെ ഏറ്റവും വലിയ അടയാളം. എന്താണ് യാഗപീഠം പണിയുമ്പോൾ നമ്മൾ പറയുന്നത്? ദൈവമേ, എൻ്റെ ഉടമസ്ഥാവകാശം ഞാൻ നിനക്ക് വിട്ടുതരുന്നു. ഇനി എനിക്ക് എൻ്റെ ജീവിതമില്ല, എൻ്റെ ഉടമസ്ഥൻ നീയാണ്. അങ്ങനെ ദൈവത്തിന് ഉടമസ്ഥാവകാശം വിട്ടുകൊടുത്തവനാണ് വ്യത്യസ്തൻ. ദേശം അവനെ ബാധിക്കുകയില്ല, പണം അവനെ ബാധിക്കത്തില്ല, യാതൊന്നും അവനെ ബാധിക്കത്തില്ല. അവൻ്റെ ബന്ധുക്കൾ, പിതൃഭവനം അവനെ ബാധിക്കുകയില്ല. തനിക്ക് പ്രത്യക്ഷനായ യഹോവയ്ക്ക് അവനൊരു യാഗപീഠം പണിതു. ഇന്ന് നമ്മൾ യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിയണം, നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം. അതാണ് യേശുവിൻ്റെ കർത്തൃത്വം നമ്മൾ അംഗീകരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ സ്വയമായ സകലതും ഉപേക്ഷിച്ച് കർത്താവിനെ അനുഗമിക്കുമ്പോൾ കർത്താവ് പറയുന്നു, ഒരുവൻ എന്നെ അനുഗമിക്കുവാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. നമ്മൾ ലോകത്തിൽ നിന്ന് വ്യത്യസ്തനായിരിക്കണം. സമൂഹത്തിൽ ലൗകികമായ രീതിയിലെ ജീവിതത്തിൽ നിന്ന് വ്യത്യസ്തനായിരിക്കണം. നമ്മൾ സോദോം രാജാവിനെ പോലെ ആകാൻ പാടില്ല. നമ്മൾ വ്യത്യസ്തരാണ്. ലോത്തിനെ പോലെ ആകുവാൻ പാടില്ല. നമ്മൾ വ്യത്യസ്തരാണ്. കാര്യം, അവരാരും ഉടമ്പടി ചെയ്തവരല്ല, അവരാരും യാഗമർപ്പിച്ചവരല്ല. അബ്രഹാമിൻ്റെ കൂടെ നടന്നവനാണ് ലോത്തെങ്കിലും ലോത്ത് യാഗമർപ്പിച്ചില്ല, തന്നെ ദൈവത്തിന് വിട്ടുകൊടുത്തില്ല. നമ്മൾ യാഗമർപ്പിച്ചവരായിരിക്കണം, ഉടമസ്ഥാവകാശം ദൈവത്തിന് വിട്ടുകൊടുത്തവരായിരിക്കണം. ഇന്ന് നമ്മുടെ ജീവിതം, നമ്മുടെ ഉടമസ്ഥാവകാശം കർത്താവിന് നമുക്ക് വിട്ടുകൊടുക്കാം. ദൈവമായ കർത്താവ് നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. നീ എൻ സങ്കേതവും നീ എന്റെ കോട്ടയും നീ എന്റെ പ്രാണനാഥൻ നീ എൻ ദൈവം. നീ എൻ സങ്കേതവും നീ എന്റെ കോട്ടയും നീ എന്റെ പ്രാണനാഥൻ നീ എൻ ദൈവം. ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ, തേടും നിൻമുഖം ജീവകാലമെല്ലാം. സേവിച്ചിടും ഞാൻ എൻ സർവ്വവും